ബോസ് തന്റെ ഭാര്യയുടെ യഥാർത്ഥ ഫീലിംഗ്സ് അറിയുവാൻ വേണ്ടി അയാളുടെ കമ്പനി ജപ്തിയായി പോയി എന്ന് പറയുന്നു. അതിനാൽ ഒരു പഴയ വാടക വീട്ടിൽ മാത്രമേ ഇനി താമസിക്കാൻ കഴിയൂ എന്നും പറഞ്ഞു. ആ പെൺകുട്ടി ഇത് കേട്ട് തെറ്റിദ്ധരിച്ചു. അവളെ വിവാഹം കഴിക്കാൻ വേണ്ടിയാണ് അവന്റെ വീട് വിറ്റ് കളഞ്ഞത് എന്ന് അവൾ വിചാരിച്ചു. ഇവർ ഹൈസ്കൂൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അവൾക്ക് ഈ പയ്യനെ വർഷങ്ങളായി ഇഷ്ടമായിരുന്നു. പക്ഷെ അവൻ സമ്പന്ന കുടുംബത്തിൽ നിന്ന് വന്നതിനാൽ അവരുടെ കുടുംബങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അറിയാവുന്നവൾ പ്രണയം തുറന്നു പറഞ്ഞില്ല. അപ്രതീക്ഷിതമായി വർഷങ്ങൾക്ക് ശേഷം അവർ വീണ്ടും കണ്ടുമുട്ടി. അയാൾ അവളെ കണ്ടതും തന്റെ ക്ലാസ്മേറ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ ആ രാത്രി ഒരു സ്ത്രീ അയാളുടെ ഡ്രിങ്ക്സിൽ ഡ്രഗ്സ് കലർത്തി. അയാളുടെ ആരോഗ്യം സംബന്ധിച്ച് ആശങ്കപ്പെട്ട അവൾ അവനെ പിന്തുടർന്നു. എന്നാൽ മദ്യത്തിന്റെ സ്വാധീനത്തിൽ അന്നത്തെ രാത്രി അവർ ഒന്നിച്ചു ചെലവഴിച്ചു. എന്നാൽ അടുത്ത ദിവസം അവൾ അവിടെ നിന്ന് പോയിരുന്നു. അപ്പോൾ അവന് സുഹൃത്തിൽ നിന്ന് കോൾ വന്നു. അവളുടെ അച്ഛൻ ഹോസ്പിറ്റലിലാണെന്നും ഉടനെ സർജറിക്ക് വേണ്ടി വലിയൊരു തുക വേണമെന്നും അവൻ അറിഞ്ഞു. അവൾ തന്റെ പണത്തിന് വേണ്ടിയാണ് തന്നോട് അടുത്തതെന്ന് അവൻ കരുതി. എന്നിട്ട് അവൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരുന്നപ്പോൾ അയാൾ അവളുടെ മുന്നിലെത്തി. എന്നിട്ട് അവൻ പറഞ്ഞു, നീ എന്നെ വിവാഹം കഴിച്ചാൽ സർജറിയുടെ ചെലവ് ഞാൻ വഹിക്കുമെന്ന്. അവൾ അത് സമ്മതിച്ചു.